ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക, ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. കണ്ടില്ലേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ? നമ്മുടെ BJP-യിലുള്ളവർക്ക് എന്ത് പറ്റിയെന്നാണ് ഇത്? കേരളത്തിൽ വന്നിട്ട് നിൻ്റെ ഒന്നും ഈ പരിപാടി നടക്കത്തില്ലെന്ന് ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം തന്നെ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞു. കാരണം ഇവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, കേരളത്തിൻ്റെ സ്വന്തം ക്യാപ്റ്റൻ, നമ്മുടെയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഇരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ വർഗീയത തുലയട്ടെ എന്നാണ്. ആ വർഗീയവാദികൾക്ക് കേരളത്തിലേക്ക് കാല് കുത്താനുള്ള മണ്ണല്ല, അല്ലെങ്കിൽ നിനക്കൊന്നും വളരാനുള്ള മണ്ണല്ല കേരളത്തിലുള്ളത്. അത് വളരാനായിട്ട് നീയൊക്കെ ശ്രമിച്ചാൽ അതിനെ തടയിടാനായിട്ടോ അല്ലെങ്കിൽ അതിനെ തീർത്ത് കളയാനായിട്ടോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഉണ്ടടാ. അതേപോലെ തന്നെ നമ്മുടെ വലതുപക്ഷ സർക്കാരും ഉണ്ട്, ഇടതുപക്ഷ സർക്കാരും ഉണ്ട്. അപ്പോൾ ഈ പരിപാടിയൊക്കെ കയ്യിൽ വെച്ചിട്ട് വീട്ടിലങ്ങ് ഇരുന്നാൽ മതി. അല്ലാണ്ട് ഈ പറയുന്ന പ്രഹസനങ്ങൾ വഴിയിലിട്ട് പൃഥ്വിരാജിൻ്റെ മോഹൻലാലിൻ്റെ ഒക്കെ ഫോട്ടോയിൽ കത്തിക്കുക അല്ലെങ്കിൽ ഫോട്ടോ അടിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് വെറും ഊളത്തരങ്ങളാണെന്ന് നമുക്ക് അറിയാം. എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്.